രണ്ടോ മൂന്നോ ദിവസം തരും. യുദ്ധം നിർത്തിയില്ലെങ്കിൽ സകലതും നശിപ്പിക്കും. അമേരിക്കയ്ക്ക് ഇറാന്റെ അന്ത്യശാസനം. ഇറാനിലെ ജനവാസ മേഖലകളിലേക്കും അടിസ്ഥാന സൗകര്യ സംവിധാനങ്ങളിലേക്കും ആക്രമണം തുടങ്ങിയതോടെ അമേരിക്കയ്ക്ക് ഇറാന്റെ അന്ത്യശാസനം. രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ സമ്പൂർണ്ണ നശീകരണ ശൈലിയിലേക്ക് ഇറാൻ നീങ്ങുമെന്നും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് വ്യക്തമാക്കി. യുദ്ധം 2 ദിവസത്തിനുള്ളിൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ചർച്ചകളും നിയന്ത്രിത തിരിച്ചടിയും ഉണ്ടാകില്ല. അമേരിക്കയെ ഇറാനിൽ നിന്നും തുടച്ചു നീക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഒരതിർത്തികളും ഇറാന് തടസ്സമാവില്ലെന്നും IRGC വ്യക്തമാക്കി. ഭീഷണിക്ക് പിന്നാലെ ഹോർമുസിൽ തായ് കപ്പൽ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇറാൻ പുറത്തുവിട്ടു. US ഇറാന്റെ ഊർജ്ജ വൈദ്യുതി മേഖലകളെ ആക്രമിച്ചാൽ ചെങ്കടലിലെ എണ്ണക്കപ്പൽ പാതകൾ തടയാൻ യമനിലെ ഹൂതി വിമതർക്ക് ഇറാൻ നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട്. അതിനിടെ യൂറോപ്പിൽ നിന്നും അമേരിക്കൻ പോർ വിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഹോർമുസ് കടലിടുക്കിൽ ഭീഷണി ഉയർത്തുന്ന ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ US സെൻട്രൽ കമാൻഡ് വീണ്ടും കനത്ത വ്യോമാക്രമണങ്ങൾ നടത്തി. ഇറാനിലെ തന്ത്രപ്രധാനമായ 2 പാലങ്ങളും റെയിൽവേ ജംഗ്ഷനുകളും തകർത്തതായി റിപ്പോർട്ടുകളുമുണ്ട്. ഈ ആക്രമണങ്ങളിൽ സിവിലിയന്മാർ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ ആരോപിച്ചു. ഇറാനിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ തകർന്ന പാലങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് പിടിച്ചെടുക്കാനുള്ള നടപടികൾക്ക് പിന്നാലെ ഇറാനിലെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും അമേരിക്ക ആക്രമണം വ്യാപിച്ചിരുന്നു. തുടർച്ചയായ 6ാം രാത്രിയിലും US സൈന്യം ഇറാനിൽ നടത്തിയ വൻ ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 20 പേർക്ക് പരിക്കേറ്റതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US ആക്രമണത്തിന് കനത്ത മറുപടി നൽകുമെന്ന് പ്രഖ്യാപിച്ച ഇറാൻ ഗൾഫ് മേഖലയിലുള്ള US സൈനിക താവളങ്ങൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. സിറിയയിലെ US സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് സെന്ററിന് നേരെയും ഇറാന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി. കൂടാതെ ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US താവളങ്ങളെയും ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതേസമയം മേഖലയിലെ മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളെയും ലക്ഷ്യമിട്ട് ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ വിപുലീകരിച്ചിട്ടുണ്ട്. ഖത്തർ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ പുതിയ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കുവൈത്തിലെ നിർണായകമായ ഒരു ജലവൈദ്യുതി ഡീസലൈസേഷൻ പ്ലാന്റിന് ഇറാൻ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചു. ഇതോടൊപ്പം വടക്കൻ ഇറാഖിലെ അർദ്ധ സ്വയംഭരണ കുർദിഷ് മേഖലയായ ഇർബിലിലും സുലൈമാനിയയിലും ശക്തമായ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു. ഇറാനിയൻ കുർദിഷ് വിമത ഗ്രൂപ്പായ കൊമാലയെ ലക്ഷ്യമിട്ടാണ് ഇവിടെ വ്യോമാക്രമണം ഉണ്ടായതെന്നാണ് സൂചന. മേഖലയിലെ അയൽ രാജ്യങ്ങളെ മുഴുവൻ വിഴുങ്ങുന്ന തരത്തിലേക്ക് ഇറാൻ അമേരിക്ക നേരിട്ടുള്ള ഏറ്റുമുട്ടൽ മാറുന്നത് വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.